മലയാള മാധ്യമങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിചരിച്ചു പോരുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു കേസ് പൂനെയിലെ ലോവർ കോർട്ടിൽ നടക്കുന്നുണ്ട്. അത് മലയാള മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുകയുമില്ല. കാരണം അതിൽ അവർക്ക് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വല്ലാതെ കുഴപ്പത്തിൽ ചാടിയിരിക്കുകയാണ്. പക്ഷേ മലയാള മാധ്യമങ്ങളെപ്പോലെ അല്ലല്ലോ മലയാളത്തിന് പുറത്തുള്ളവർ. അവരിതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് രാഹുൽ ഗാന്ധിയെ പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യതയൊന്നുമില്ല. അപ്പോൾ ഈ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2023 മാർച്ചിൽ ലണ്ടനിൽ നടന്ന ഒരു യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശം. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, സാവർക്കർ എഴുതി വച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വച്ചത്? ഞാനും 5-6 മറ്റ് കൂട്ടുകാരും ചേർന്നിട്ട് ഒരു മുസ്ലിമിനെ വല്ലാതെ തല്ലി വശക്കേടാക്കി. അതിൽ നിന്ന് എനിക്ക് വല്ലാത്ത സന്തോഷം ലഭിച്ചു. ഇങ്ങനെ സാവർക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തട്ടിവിട്ടു. സാവർക്കർ രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. ഉറക്കത്തിലുമൊക്കെ സാവർക്കർ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി എണീക്കുന്ന സമ്പ്രദായമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചു. ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു. അപ്പോൾ ആ വീഡിയോ വെച്ചിട്ടാണ് സാത്യകി സാവർക്കർ എന്ന ആൾ ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നത് പൂനെയിലെ കോടതിയിൽ. ഈ സാത്യകി സാവർക്കർ എന്ന് വെച്ചാൽ വിനായക് ദാമോദർ സാവർക്കറിൻ്റെ അനിയൻ നാരായൺ റാവു സാവർക്കർ. നാരായൺ റാവു സാവർക്കറുടെ മകൻ അശോക് റാവു സാവർക്കർ. അശോക് റാവു സാവർക്കറുടെ മകനാണ് സാത്യകി സാവർക്കർ. അതായത് സാത്യകിയുടെ അപ്പൂപ്പൻ്റെ ചേട്ടനാണ് നമ്മളുടെ VD സാവർക്കർ. ആ വഴിക്കാണ് സാവർക്കർ കുടുംബത്തിന് മാനനഷ്ടമുണ്ടായി, ഇങ്ങനെയൊന്നും സാവർക്കർ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാണ് കേസ്. രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം സാവർക്കർ നടത്തിയതിൻ്റെ ഒരു കടലാസുമില്ല, ഒരു പുസ്തകമില്ല, ഒന്നുമില്ല. ആകെ കുഴപ്പത്തിലായി. കോടതി സമൻസ് അയച്ചു. രാഹുൽ ഗാന്ധി പോയി ജാമ്യമെടുത്തു. കോടതിയിൽ വക്കീൽ മാത്രം ഹാജരായാൽ മതി, എല്ലാ അവധിക്കും രാഹുൽ ഗാന്ധി വരണ്ട എന്നും കോടതി അനുവദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി സേഫായി. കേസ് മുന്നോട്ട് പോയി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വക്കീൽ വഴി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. അതായത് സാത്യകി സാവർക്കർക്ക് ഗോഡ്സെയുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം മറച്ചു വെച്ചു. എന്താണ് ആ ബന്ധം? ഗോഡ്സെയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെ. ആ ഗോപാൽ ഗോഡ്സെയുടെ മകളാണ് സാത്യകിയുടെ അമ്മ. ഇതാണ് ആ ബന്ധം. അപ്പോൾ കോടതി ചോദിച്ചു, ശരി, ഗോപാൽ ഗോഡ്സെയുടെ മകളാണ് സാത്യകിയുടെ അമ്മ, അതുകൊണ്ടെന്താ? അപ്പോൾ അല്ല, അത് ആ ബന്ധം മറച്ചു വെച്ചു. അല്ല, അത് മറച്ചു വെച്ചാലും വെച്ചില്ലെങ്കിലും അത് ഈ കേസിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾ സാവർക്കറെ അപമാനിച്ച കാര്യം പറയപ്പോൾ, അല്ലാതെ ഇയാൾക്ക് ഗോഡ്സെയുമായിട്ട് ബന്ധമുണ്ട്, ആപ്റ്റെയുമായിട്ട് ബന്ധമുണ്ട്, മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ട്, ഉണ്ടാകും. നിങ്ങൾ സാവർക്കറെ അപമാനിച്ചോ? ഇതാണ് ചോദ്യം. സാവർക്കറെ അപമാനിച്ചെങ്കിൽ ഇയാൾക്ക് കേസ് കൊടുക്കാൻ അവകാശമുണ്ടോ? ഉണ്ട്. കാരണം സാവർക്കറുടെ അനിയൻ്റെ മകൻ്റെ മകനാണ് സാത്യകി സാവർക്കർ. അതുകൊണ്ട് കേസ് കൊടുക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അയാളുടെ മറ്റ് ബന്ധങ്ങൾ കോടതിയിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? അപ്പോൾ രാഹുൽ ഗാന്ധി കുരുങ്ങി. കേസ് പിന്നെ മുന്നോട്ട് പോയി. സാത്യകി സാവർക്കർ എന്ത് ചെയ്തു? ഈ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യം റദ്ദാക്കണം. ഇദ്ദേഹം ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. എന്താ ലംഘിച്ചു എന്ന് പറയാൻ കാര്യം? അപ്പോൾ ഇയാൾ വാദിച്ചു, ഈ കേസ് നീട്ടി കൊണ്ടുപോകാനായിട്ട് എനിക്കുള്ള മറ്റ് ബന്ധങ്ങൾ, എൻ്റെ അമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ, അമ്മൂമ്മ വഴിക്ക്, അമ്മാവൻ വഴിക്കുള്ള ബന്ധങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക, ഇതാണ് ഇയാളുടെ ഉദ്ദേശം. അത് നിയമവാഴ്ചയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചു. കോടതി പറഞ്ഞു, അങ്ങനെ നിയമവാഴ്ചയൊന്നും അയാൾ വെല്ലുവിളിച്ചിട്ടില്ല. അയാൾക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു, അത് കോടതി അംഗീകരിച്ചില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിലൊന്നും
അയാളുടെ ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധി അടുത്ത ആപ്ലിക്കേഷൻ കൊടുത്തു, അടുത്ത ഡിഫമേഷൻ സ്യൂട്ട് കൊടുത്തു. സാത്വിക് സാവർക്കർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചതിലൂടെ എനിക്ക് മാനനഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അടുത്ത കേസ് കൊടുത്തു സാത്വികയ്ക്കെതിരെ. ആ കേസും കോടതി വാങ്ങിച്ച് നമ്പർ ഇട്ടിട്ട് ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നത്. അതാണ് രസം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗ്രേവ് അപ്രഹെൻഷൻ, ചെറുതൊന്നുമല്ല, വളരെ ഗൗരവമുള്ള അപ്രഹെൻഷനാണ്. അതിനെനിക്ക് പ്രിവെൻറ്റീവ് പ്രൊട്ടക്ഷൻ തരണം. എൻ്റെ ജീവൻ എടുക്കാതിരിക്കുന്ന വേണ്ടി, അല്ലെങ്കിൽ ജീവൻ എടുക്കാൻ ആരെങ്കിലും വന്നാൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം എനിക്ക് തരണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീൽ മിലിന്ദ് ദത്താത്രേയ പവാർ പറഞ്ഞു, പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിക്കോഷണറി മെഷർ ഫോർ സേഫ് ഗാർഡിംഗ് ദ ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ദ പ്രസൻറ്റ് പ്രൊസീഡിങ്സ്. ഈ കോടതി നടപടികൾ സുതാര്യവും സത്യസന്ധവും പിന്നെ നീതിയുക്തവും ആക്കാനായിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് ആവശ്യമാണ്. ഫർദർ ഇദ്ദേഹം എഴുതുകയാണ്, ഗിവൺ ദ ഡോക്യുമെൻറ്റഡ് ഹിസ്റ്ററി ഓഫ് വയലൻറ്റ് ആൻഡ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഡൻസീസ് ലിങ്ക് ടു ദ കംപ്ലൈനൻസ് ലീനിയേജ്. കംപ്ലൈനൻറ്റിൻ്റെ പാരമ്പര്യത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ അക്രമപ്രവൃത്തികൾ നിറഞ്ഞ ചരിത്രം നോക്കുമ്പോൾ there exists a clear, reasonable and substantial apprehension that Shri Rahul Gandhi may face harm, wrongful implication or other forms of targeting. ഇയാളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇയാൾ വരുന്ന അമ്മ വഴിക്ക് ഇയാൾ ഗോഡ്സെയുടെ ആളാണ്, അച്ഛൻ വഴിക്ക് സാവർക്കറുടെ ആളാണ്. രണ്ടുപേരും വലിയ കലാപകാരികളായിരുന്നു, ടെററിസ്റ്റുകളായിരുന്നു, വയലൻ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്നെ തല്ലാനോ കൊല്ലാനോ പുറപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ കൊച്ചുമകൻ്റെ മകനോ ഒക്കെ ആണല്ലോ ഇയാൾ. അപ്പോൾ ഇയാളെ പേടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വലുതായി വരികയാണ്. അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് ഇമ്പൾസ്. Rather, it was the calculated outcome of a conspiracy rooted in a specific ideology, culminating in deliberate violence against an unarmed person. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി സ്റ്റേറ്റ്മെൻറ്റിൽ. ഈ അപ്രസക്തമായ കാര്യങ്ങൾ കോടതിയിൽ എഴുന്നള്ളിക്കുക, ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ത്രൂ ഔട്ട് ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ഫൈറ്റിലും അവിടെ ഇവിടെയൊക്കെ അപ്രസക്തമായ കാര്യങ്ങൾ. സാവർക്കറെ അപമാനിച്ചു എന്നുള്ള കേസിൽ ഗാന്ധി വധത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെന്താ പ്രസക്തി അവിടെ? ഇപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ വെച്ചോ, പ്രസക്തി എന്താ അവിടെ? പ്രസക്തിയില്ലല്ലോ. ഇൻ വ്യൂ ഓഫ് ദ ഗ്രേവ് ഹിസ്റ്ററി അസോസിയേറ്റഡ് വിത്ത് സച്ച് ലീനിയേജ്, ദ ഡിഫൻസ് ഹാർബേഴ്സ് എ ജെനുവിൻ ആൻഡ് റീസണബിൾ അപ്രഹെൻഷൻ ദാറ്റ് ഹിസ്റ്ററി മസ്റ്റ് നോട്ട് ബി പെർമിറ്റഡ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. മഹാത്മാഗാന്ധിയെ കൊന്നവരുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാനും ഒരു ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധി. അപ്പം മഹാത്മാഗാന്ധിയെ മറ്റൊരു കൊന്നെങ്കിൽ ഈ സാത്വിക് സാവർക്കർ എന്നെ കൊല്ലാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇത് വേണം, പ്രൊട്ടക്ഷൻ വേണം. മാത്രമല്ല പുള്ളി പറഞ്ഞു, എനിക്കെതിരെ ഇവരൊക്കെ ഗൂഢാലോചന നടത്തുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഗസ്റ്റ് 14 വോട്ട് ചോരി സർക്കാർ എന്ന മുദ്രാവാക്യം മുഴക്കി ഞാൻ പത്രസമ്മേളനം നടത്തി. അങ്ങനെ ഞാൻ രാഷ്ട്രത്തെ മുഴുവൻ സ്വാധീനിച്ചു. അതുകൊണ്ട് എന്നെ കൊല്ലാൻ സാത്വികയ്ക്ക് ഉദ്ദേശമുണ്ടാകും. പാർലമെൻറ്റിൽ ഞാൻ പ്രസംഗിച്ചു, എ ട്രൂ ഹിന്ദു ഈസ് നെവർ വയലൻറ്റ്, എ ഹിന്ദു കനോട്ട് സ്പ്രെഡ് ഹേറ്റ്രഡ്. ഇങ്ങനെയൊക്കെ ഞാൻ പ്രസംഗിച്ചു. അത് BJPക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അശ്വിനി വൈഷ്ണവും സുധാംശു ത്രിവേദിയും എനിക്കെതിരെ പത്രസമ്മേളനം നടത്തി. എത്ര വലിയ ഭീഷണിയാണ് എൻ്റെ ജീവന് എന്ന് കോടതി മനസ്സിലാക്കണം. കോടതി ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നീട. ഇതും സാവർക്കറെ അപമാനിച്ച ഡിഫമേഷൻ കേസും തമ്മിൽ എന്താ ബന്ധം?
നിങ്ങൾ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു, നിങ്ങൾ പ്രസംഗിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു വേറെ ആരാണ്ട് പത്രസമ്മേളനം നടത്തി. ശരി, അതൊക്കെ നടത്തി. അത് തെറ്റോ ശരിയോ എന്നുള്ളത് കോടതിയുടെ മുമ്പിലല്ലോ. കോടതിയുടെ മുമ്പിൽ സാവർക്കറെ അപമാനിച്ചോ എന്നാണ് ചോദ്യം. പുള്ളിയെ വിട്ടില്ല. ഇറ്റ് ഓൾസോ സൈറ്റഡ് 2 പബ്ലിക് ത്രെറ്റ്സ്, വൺ ബൈ യൂണിയൻ മിനിസ്റ്റർ റവനീത് സിംഗ് ബിട്ടു കോളിംഗ് ഗാന്ധി ദ നമ്പർ 1 ടെററിസ്റ്റ് ഓഫ് ദ കൺട്രി. റവനീത് സിംഗ് ബിട്ടു എന്ന ആൾ രാഹുൽ ഗാന്ധിയെ നമ്പർ 1 ടെററിസ്റ്റ് എന്ന് വിളിച്ചു. അനദർ BJP ലീഡർ തർവീന്ദർ സിംഗ് മർവ, അയാളും ഈ ജാതി വർത്തമാനമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് ജീവന് ഭീഷണിയാണ്, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. കോടതി അത് പരിഗണിക്കാൻ സെപ്റ്റംബർ 10 പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള മാധ്യമങ്ങൾ മുക്കിയ വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞു, എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വക്കീൽ ചെയ്ത പണിയാണത്. ആ പവാർ എന്ന് പറഞ്ഞ വക്കീൽ, അവൻ വിവരം കേട്ടവൻ, അവൻ എന്നോട് ചോദിച്ചില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസിൽ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാതെ ഒരു കഷ്ണം കടലാസ് വക്കീൽ ഫയൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പവൻ ഖേര, സുപ്രിയ ശ്രീനത്തെയൊക്കെ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കൂടെ ട്വിറ്ററിൽ എഗെയിൻ, ഈ ട്വിറ്റർ മലയാള മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമല്ല. ഇനി കണ്ടാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമുണ്ടാകുന്നതുകൊണ്ട് അവർ മിണ്ടുകയില്ല. അപ്പോൾ ഈ പവൻ ഖേഡയൊക്കെ ചേർന്ന് പറഞ്ഞു, അത് രാഹുൽ ഗാന്ധി അറിയാതെ ഫയൽ ചെയ്തതാണ്, ആ വക്കീലിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. വക്കീലും പറഞ്ഞു, അല്ല ഞാനത് സ്വന്തം ബുദ്ധിയിൽ ചെയ്തതാണ്, രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി നമ്മൾ വിശ്വസിക്കണമെന്നാണ്. ഒരു വക്കീലും കക്ഷി അറിയാതെ ഒരു കടലാസും കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കില്ല. മിനിമം പറയുകയെങ്കിലും ചെയ്യും, ഇന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയെങ്കിലും ചെയ്യും. ഏതായാലും ഇത് കുടുക്കുമുറുകും എന്ന് കണ്ടിട്ട്, കാരണം ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൂനെ കോടതിയിൽ കരഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയും, എടോ തനിക്ക് Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഇല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ? ഉണ്ട് സാർ. ബ്ലാക്ക് കാറ്റ് കമാൻഡോസൊക്കെ തൻ്റെ ചുറ്റും എപ്പോഴും ഇല്ലേ? ഉണ്ട് സാർ. പിന്നെ എന്ത് പ്രൊട്ടക്ഷനാണ് തനിക്ക് വേണ്ടത്? ഇത് കവിഞ്ഞൊരു പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ നാട്ടിൽ. പിന്നെയുള്ളത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണ്. അത് പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും ഒക്കെ ഉള്ളത്, അത് വേറെ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ രാജ്യത്തുള്ളതിൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അങ്ങേരാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നിട്ട്, സാർ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാർ, എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് കരയുന്നത്. എന്തൊരു ഗതികേടാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ടപ്പെന്ന് അത് പത്രിക പിൻവലിച്ചു. പിൻവലിക്കാൻ കോടതി സമ്മതിച്ചോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. സെപ്റ്റംബർ 10 വച്ചിരിക്കുകയാണ്. ഇത്തരം നാറ്റക്കേസുകളൊക്കെ കൊണ്ടു നടക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇത് മറച്ചു വെച്ച് അതിലെല്ലാം സുഗന്ധം തളിച്ച് രാഹുൽ ഗാന്ധി മഹാനാണെന്ന് പറഞ്ഞ് കൊണ്ടാടുകയാണ് മലയാളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും. എന്ത് ചെയ്യാനാണ്? അവർ മറച്ചു വെച്ചാലും നമുക്കിത് വലിച്ച് പുറത്തിടാതിരിക്കാൻ പറ്റുമോ? ആ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. താങ്ക് യു.